പ്രിയ കൂട്ടുകാരെ, വിൻഡി നൈറ്റ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ട മിത്ര കൊലപാതകം എന്ന കഥയുടെ അവസാന ഭാഗത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. ഈ കഥയുടെ ആദ്യത്തെ 2 ഭാഗങ്ങളിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നു. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോകാം. കഥ ഇതുവരെ. കോളേജ് പ്രിൻസിപ്പളുടെ വിവാഹ വാർഷിക പരിപാടിയിൽ വെച്ച് മിത്ര കൊല്ലപ്പെടുന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ അനഘ പ്രസാദ് കേസ് ഏറ്റെടുക്കുന്നു. ഡ്രസ്സിലായ കറി വാഷ് ചെയ്യാൻ ഓഡിറ്റോറിയത്തിന് പിന്നിലേക്ക് പോയ മിത്രയെ ശ്രീകാന്ത് പിന്തുടർന്നതായി ശോശാമ്മ മൊഴി നൽകുന്നു. അനഘ അവനെ അറസ്റ്റ് ചെയ്യുന്നു. ശ്രീകാന്തിന്റെ മൊഴിയിലുള്ള വൈരുദ്ധ്യം അനഘ DGPയോട് സൂചിപ്പിക്കുന്നു. തുടർക്കഥയിലേക്ക് നമുക്ക് പോകാം. അനഘയുടെ കാറും പോലീസ് ജീപ്പും ഒരു 2 നില വീടിന് മുമ്പിൽ വന്നു നിന്നു. പോലീസുകാരെ പുറത്തു നിർത്തിക്കൊണ്ട് അനഘ ഗേറ്റിന്റെ അടുത്തേക്ക് നടന്നു. അവരുടെ കണ്ണുകൾ മതിലിനടുത്തുള്ള നെയിം ബോർഡിലേക്ക് തിരിഞ്ഞു. ഡോക്ടർ നിർമ്മല സന്ദീപ്, ഗൈനക്കോളജിസ്റ്റ്. മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവർ ഓരോ കാലടികളും മുന്നോട്ട് വെച്ചു. ലക്ഷ്യത്തിലടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പോരാളിയുടെ ആത്മവിശ്വാസം ആ മുഖത്ത് തെളിഞ്ഞു വന്നു. അനഘ കോളിംഗ് ബെല്ലടിച്ച് അല്പം കാത്തുനിന്നവർക്ക് മുമ്പിൽ വേലക്കാരി വന്ന് വാതിൽ തുറന്നു. ഡോക്ടർ ഇല്ലേ? പരിഭ്രമിച്ചു നിൽക്കുന്നവരോട് അനഘ ചോദിച്ചു. ഉണ്ട്, ഞാൻ വിളിക്കാം. കയറിയിരിക്കെ. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ടവർ മുകളിലെ സ്റ്റെപ്പിലേക്ക് കയറിപ്പോയി. അനഘ അകത്തേക്ക് കയറി അവിടെയെല്ലാം കണ്ണോടിച്ചു. അത്യാധുനിക സജ്ജീകരണത്തോടെ അലങ്കരിച്ച ഒരു ഹാൾ. അലമാരിയിൽ സൂക്ഷിച്ച പുസ്തകങ്ങൾ, അവർ വാരിക്കൂട്ടിയ സമ്മാനങ്ങൾ. അനഘ അവിടെയുള്ള സെറ്റിയിലിരുന്ന് കില്ലറിനടുത്തെത്താനുള്ള വഴികൾ മെനഞ്ഞു. അല്പം കഴിഞ്ഞ് ഒരു 35 വയസ്സ് പ്രായം തോന്നുന്ന സാരി ധരിച്ച ഒരു സ്ത്രീ സ്റ്റെപ്പിൽ നിന്നിറങ്ങി വന്നു. അവരുടെ ഭയപ്പാട് നിറഞ്ഞ നോട്ടവും കാലുകളുടെ ഇടർച്ചയും ചെയ്ത തെറ്റിന്റെ അടയാളമായി അനഘ നിരീക്ഷിച്ചറിഞ്ഞു. നീ അകത്തേക്ക് പൊയ്ക്കോ, കൂടെയുള്ള വേലക്കാരിയോട് അവർ നിർദ്ദേശിച്ചുകൊണ്ട് അനഘയ്ക്ക് അഭിമുഖമായിരുന്നു. മാഡത്തിന് എന്നെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. നിശബ്ദത ഭേദിച്ചുകൊണ്ട് അനഘയുടെ ചോദ്യമുയർന്നു. യെസ്, എനിക്കറിയാം. ഒരിക്കൽ കൂടി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഞാൻ വന്ന ഉദ്ദേശവും ഡോക്ടറിന് മനസ്സിലായിട്ടുണ്ടെന്ന് ഈ മുഖം കണ്ടാൽ അറിയാം. അവർ അനഘയെ നോക്കി. മനസ്സിലെ ഭയം അവരുടെ വാക്കുകൾക്ക് കടിഞ്ഞാനിട്ടു. എനിക്കൊന്നറിയില്ല എന്ന കുറ്റവാളികളുടെ സ്ഥിരം മറുപടി എനിക്കാവശ്യമില്ല. എനിക്ക് വേണ്ടത് സത്യമാണ്. സോ ടെൽ മീ ഡോക്ടർ. അനഘ അവരുടെ വാക്കുകൾക്ക് കാതോർത്തു. കുറ്റബോധം നിറഞ്ഞ മനസ്സിൽ അവർ യാന്ത്രികമായി സംസാരിച്ചു തുടങ്ങി. അവർക്കിടയിൽ ചില രഹസ്യങ്ങളുടെ കെട്ടുകൾ അഴിയുകയായിരുന്നു. വിലപ്പെട്ട കുറെ നിമിഷങ്ങൾ അവർക്കിടയിലൂടെ കടന്നു പോകുമ്പോഴും ചില സമയത്ത് അനഘ അവരോട് ദേഷ്യം പ്രകടിപ്പിച്ചു. മറ്റു ചില സമയത്ത് ഡോക്ടറുടെ മുഖം കുറ്റബോധം നിറഞ്ഞതായി കാണപ്പെട്ടു. എനിക്കറിയാം മാഡം, മെഡിക്കൽ എത്തിക്സിന് തിരക്കാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. പക്ഷേ അങ്ങനെ സംഭവിച്ചു. ഡോക്ടറുടെ നിരാശ നിറഞ്ഞ വാക്കുകളോട് അനഘ പുച്ഛത്തോടെ പ്രതികരിച്ചു. മെഡിക്കൽ എത്തിക്സ്. അനഘയുടെ തീക്ഷ്ണ നോട്ടം അവരിലേക്ക് പതിഞ്ഞു. അതിനു മുകളിൽ ഒരു മനുഷ്യജീവന്റെ മഹത്വം നിങ്ങൾ മറന്നു. അതിന് യാതൊരു വിലയും നിങ്ങൾ കൽപ്പിച്ചില്ല. ഒരു സ്ത്രീയാണെന്ന ചിന്ത പോലും നിങ്ങൾക്കുണ്ടായില്ല. അതും 2 തവണ. ഒരു ഡോക്ടറുടെ കടമകൾ മറന്നാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അനഘ പതുക്കെ എഴുന്നേറ്റു. നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും. ചെയ്ത പാപത്തിനുള്ള ശമ്പളം. ഇനി എനിക്ക് വേണ്ടത് അവനെയാണ്. നിങ്ങൾ തന്ന വിവരമനുസരിച്ച് അവനെയും ഞാൻ പൊക്കിയിരിക്കും. അവരുടെ മുഖത്ത് ദേഷ്യം ആളിക്കത്തി. ഡോക്ടർ കുറ്റബോധം കൊണ്ട് തലകുനിച്ചു നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അനഘ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു. കോൺസ്റ്റബിൾ. 2 വനിതാ പോലീസ് അങ്ങോട്ട് വന്നു. ടേക്ക് ഹെയർ. അവർ ഡോക്ടറെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. ഈ സമയം അനഘ ഫോൺ എടുത്ത് ആഷിഖിനെ വിളിച്ചു. ഹലോ ആഷിഖ്. ഹലോ, പറയൂ മാഡം. ഞാനൊരു അഡ്രസ് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം ആഷിഖ് അങ്ങോട്ടെത്തണം. ആൻഡ് ടേക്ക് ഹിം. ഓക്കെ മാഡം. അനഘ ഫോൺ വെച്ചു. ആലോചനകൾ തലച്ചോറിൽ വേലിക്കെട്ടുകൾ തീർക്കുമ്പോൾ ആ മനസ്സ് ഒരു കുറ്റവാളിയിലേക്ക് എത്തിച്ചേരാൻ തുടിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അനഘ വാട്സപ്പ് ചെയ്ത് കൊടുത്ത അഡ്രസ്സ് അനുസരിച്ച് ആഷിഖ് അവിടെയുള്ള ആളെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നു. അനഘയുടെ ഓഫീസ് മുറി. അനഘയും ആഷിഖും സംസാരത്തിലായിരുന്നു. അവനെ ചോദ്യം ചെയ്തു കഴിഞ്ഞതിന്റെ ക്ഷീണം അവരുടെ മുഖത്ത് പ്രകടമായി. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല മാഡം. യെസ്, ആദ്യം മുതൽ തന്നെ ഈ കേസിൽ ചില അസ്വാഭാവികത എനിക്ക് ഫീൽ ചെയ്തിരുന്നു ആഷിഖ്. അവർ താടിക്ക് കൈകൊടുത്തിരുന്നു. ആ സമയം ശ്യാം അങ്ങോട്ട് വന്ന് അവരെ സല്യൂട്ട് ചെയ്തു. മാഡം, അവർ വന്നിട്ടുണ്ട്. ശരി, അവരോട് വരാൻ പറയൂ. ശ്യാം ശരിയെന്ന മട്ടിൽ തലയാട്ടി.
അല്പം കഴിഞ്ഞ് അയാൾ മടങ്ങി വന്നപ്പോൾ കൂടെ പലചരക്കടക്കാരനും ഫ്ലവർ ഷോപ്പുകാരനും ഉണ്ടായിരുന്നു. അവർ അനഘയെ കൈകൂപ്പി. നിങ്ങളെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? മനസ്സിലായി മാഡം, ഈ സാർ പറഞ്ഞു. എങ്കിൽ ശ്യാമിന്റെ കൂടെ പോയി അയാളെ കാണൂ. അന്ന് നിങ്ങൾ കണ്ടത് ഇയാളെ തന്നെയാണോ എന്ന് നോക്കണം. ആണെങ്കിൽ അയാളോട് ചോദിക്കാനോ സംസാരിക്കാനോ നിൽക്കാതെ എന്നോട് വന്ന് വിവരം പറഞ്ഞാൽ മതി. പറഞ്ഞത് മനസ്സിലായോ? അവർ ഭയപ്പാടോടെ തലയാട്ടി. അനഘ അവരെ കൊണ്ടുപോകാൻ ശ്യാമിനെ നോക്കി ആംഗ്യം കാണിച്ചു. അവർ മൂന്നുപേരും പുറത്തേക്ക് പോയി. അവരുടെ മറുപടിക്ക് വേണ്ടി അനഘയുടെ മനസ്സ് കാത്തിരുന്നു. സമയം കടന്നുപോയി. അവരെയും കൂട്ടി ശ്യാം തിരിച്ചു വന്നു. അവരെ സൂക്ഷിച്ചു നോക്കിയ അനഘ പലചരക്ക് കടക്കാരനോട് നേരെ തിരിഞ്ഞു. ആളെ കണ്ടോ? കണ്ടു മാഡം. ഇയാളാണോ അന്ന് രാത്രി ഓഡിറ്റോറിയത്തിന്റെ മതിൽ ചാടിപ്പോയത്? അതെ മാഡം, ഇയാളാണ്. ഉറപ്പാണോ? ഉറപ്പാണ് മാഡം. ഒരു മിന്നൽ പോലെയാണ് ഞാൻ കണ്ടതെങ്കിലും ആ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവൾ മൂളിക്കൊണ്ട് ആ തമിഴന്റെ നേരെ തിരിഞ്ഞു. തമിഴനും അന്ന് പൂവാങ്ങാൻ വന്ന ആള് ഇയാൾ തന്നെയെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിപ്പിക്കാം. അവർ തൊഴുതുകൊണ്ട് ആ മുറി വിട്ടു പോയി. അനഘ കസേരയിൽ നിന്നും എഴുന്നേറ്റു. എന്തോ ആലോചിച്ചതിനു ശേഷം തുടർന്നു. ആഷിഖ്, ഇവൻ പ്രതിയുടെ പങ്കാളിയാണ്. യഥാർത്ഥ പ്രതി നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്. അയാളെ നമുക്ക് ഉടനെ അറസ്റ്റ് ചെയ്യണം മാഡം. യെസ്, പിടികൂടണം. നാളെ സെപ്റ്റംബർ 7. ആഷിഖിന് ഓർമ്മയുണ്ടോ ഈ ദിവസത്തെപ്പറ്റി അന്ന് പ്രിൻസിപ്പൽ പറഞ്ഞത്? ആഷിഖ് ഒന്ന് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു. യെസ് മാഡം, ഐ റിമെമ്പർ. നാളെയാണ് ഫാദർ ഫിലിപ്പ് മടത്തിങ്കൽ യാത്രയയപ്പ് ഫംഗ്ഷൻ. യെസ്, നാളെ അവിടെ എല്ലാവരും ഉണ്ടാകും. കോളേജ് സ്റ്റാഫ്, മാനേജ്മെന്റ് മെമ്പേഴ്സ്, സ്റ്റുഡൻസ്, അങ്ങനെ എല്ലാവരും. ആ കൂട്ടത്തിൽ നമ്മൾ തേടി നടന്ന ആ കില്ലറും ഉണ്ടാകും. അവർ ആഷിഖിനെ നേരെ തിരിഞ്ഞു. ആഷിഖ്, ടുമാറോ ദി ഗെയിം വിൽ ബി ഓവർ. വി വിൽ ക്യാച്ച് ദി ക്യാമ്പസ് കില്ലർ. അത് പറയുമ്പോൾ അനഘാപ്രസാദ് IPSന്റെ വാക്കുകളിൽ മാത്രമല്ല, മനസ്സിലും ഒരു വിജയത്തിന്റെ ലഹരി പടർന്നു കയറി. ക്രിസ്തുരാജ കോളേജിന്റെ പ്രവേശന കവാടം കടന്ന് അനഘയുടെ കാറും 2 പോലീസ് ജീപ്പും പാഞ്ഞെത്തി. മുറ്റത്തെ പൊടിപടലങ്ങൾ കാറ്റിൽ പാറിപ്പറന്നപ്പോൾ ഒരു ഭീകരാന്തരീക്ഷത്തിന് തുടക്കമിട്ട് അനഘയും പോലീസും വണ്ടിയിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നു. താഴെ ചില കണ്ണുകൾ അവരെ ഭയപ്പാടോടെ ഉറ്റുനോക്കി. അവ്യക്തമായ ചില ചോദ്യങ്ങൾ അവരിൽ തെളിഞ്ഞു. അതൊന്നും വകവയ്ക്കാതെ അനഘയുടെ കാലടികൾ മുന്നോട്ട് ചലിച്ചു. എക്സ്ക്യൂസ് മീ. താഴെ നിന്നിരുന്ന ഒരാളോട് അനഘ സംസാരിച്ചു. യെസ് മാഡം. ഫാദർ ഫിലിപ്പിന്റെ ഗെറ്റ് ടുഗെദർ ഫംഗ്ഷൻ എവിടെയാണ് നടക്കുന്നത്? അയാൾ അല്പം പരിഭ്രമത്തോടെ സംസാരിച്ചു തുടങ്ങി. അത് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് മാഡം. ഇവിടെ നിന്ന് നേരെ പോയാൽ മതി. താങ്ക് യു. അവർ നന്ദി പറഞ്ഞുകൊണ്ട് നടക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ അവരോട് ചോദിച്ചു. എന്താ മാഡം പ്രശ്നം? പ്രശ്നമൊന്നുമില്ലാതെ ഞങ്ങളിവിടെ വരില്ലല്ലോ. അതല്ല മാഡം, ഞാൻ ഈ കോളേജിലെ വൈസ് പ്രിൻസിപ്പളാണ്. അവിടെ VIP-കളടക്കം ഒത്തിരി ആളുകൾ ഉള്ളതാണ്. സോ വാട്ട്, ഇറ്റ്സ് അവർ ഡ്യൂട്ടി. കൂടുതൽ മറുപടി പറയാൻ നിൽക്കാതെ അനഘയുടെ കാലുകൾ വേഗത്തിൽ മുന്നോട്ട് ചലിച്ചു. പോലീസ് ബൂട്ടിന്റെ ശബ്ദം ആ ക്യാമ്പസിനെ ഭീതിയുടെ മുന്നിൽ നിർത്തി. ക്രിസ്തുരാജ കോളേജ് ഓഡിറ്റോറിയം. പ്രൗഢഗംഭീരമായ ഒരു സദസ്സ്. വേദിയിൽ VIP-കളടങ്ങുന്ന വലിയൊരു സംഗമം. ഹാളിൽ തിങ്ങി നിറഞ്ഞ വിദ്യാർത്ഥികൾ. ആർപ്പുവിളികളും പൊട്ടിച്ചിരികളും ഇടയ്ക്കിടെ അവർക്കിടയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എല്ലാവരുടെയും വാക്കുകളും നോട്ടവും ഫാദർ മടത്തിങ്കലിന്റെ മേൽ പതിച്ചു. അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ അവിടെ നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഓർത്തുകൊണ്ട് പ്രസംഗപീഠത്തിൽ പ്രിൻസിപ്പൽ രാജേശ്വരി സംസാരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവരുടെ വാക്കുകൾ അവസാനിച്ചപ്പോൾ സദസ്സിൽ കയ്യടി ഉയർന്നു. എല്ലാവരുടെയും കണ്ണുകൾ ഫാദറിലേക്ക് പതിഞ്ഞു. ഫാദർ കസേരയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് പ്രസംഗപീഠത്തിന്റെ അടുത്തേക്ക് നടന്നു. നിറഞ്ഞ സദസ്സിലേക്ക് നോക്കി. അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. സംസാരത്തിനിടയിൽ ഫാദറിന്റെ കണ്ണുകൾ വേദിയിൽ കടന്നുവരുന്ന അനഘയിലേക്കും പോലീസിലേക്കും തിരിഞ്ഞു. ഒരു ഞെട്ടലോടെ അദ്ദേഹം അവരുടെ വരവിനെ നോക്കി നിന്നു. പെട്ടെന്ന് അദ്ദേഹം സംസാരം നിർത്തി. സ്റ്റേജിന്റെ പടികൾ ചവിട്ടിയുള്ള ബൂട്ടിന്റെ ശബ്ദം സദസ്സിൽ ഭയം നിറച്ചു. അവർ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അവരെ കണ്ട് എല്ലാവരും എഴുന്നേറ്റു നിന്നു. രാജേശ്വരി അവരുടെ അടുത്തേക്ക് നീങ്ങി. എന്താ മാഡം? ക്ഷമിക്കണം മാഡം, ഈ ഫംഗ്ഷൻ തടസ്സപ്പെടുത്തുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. രാജേശ്വരി കാര്യം മനസ്സിലാകാതെ നിന്നു. അനഘ അവിടെയുള്ളവരെ നോക്കി. പ്രൊഫസർ വിജയകൃഷ്ണൻ, ഫാദർ ഫിലിപ്പ് മടത്തിങ്കൽ, കോളേജ് മാനേജർ, പുതിയ യൂണിയൻ ചെയർമാൻ ഷാഹിന,
PTA പ്രസിഡന്റ് ശശിധരൻ. എല്ലാവരെയും അനഘ തിരിച്ചറിഞ്ഞുവെങ്കിലും സ്റ്റേജിന്റെ അറ്റത്തിരുന്ന് താടി വെച്ച ഒരു മധ്യവയസ്കനെ മാത്രം അവർക്ക് മനസ്സിലായില്ല. അയാളെ ചൂണ്ടി അവർ ചോദിച്ചു, "അതാരാ മാഡം?" "അത് ഈ കോളേജിലെ സ്റ്റുഡന്റ് അവിനാശിന്റെ ഫാദറാണ്. ഇവിടെ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ ബ്ലോക്ക് ഇദ്ദേഹമാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്." അനഘ അയാളെ ഒന്ന് സൂക്ഷ്മമായി നോക്കി. തുടർന്ന് സദസ്സിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, "നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇന്ന് ഈ പരിപാടി തടസ്സപ്പെടുത്തുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാൽ വളരെ ക്രൂരമായി നടന്ന ഒരു കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുകയാണ് ഇന്ന്." എല്ലാവരും അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചു. അവർ സംസാരം തുടർന്നു. മിത്ര എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകം ഈ കോളേജിനെ മാത്രമല്ല, നമ്മുടെ നാടിനെ തന്നെ വിഷമത്തിലാക്കിയ ഒന്നാണ്. ഈ കേസ് അന്വേഷണത്തിന്റെ തുടക്കം മുതൽ വളരെ അവിചാരിതമായ സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലരെയും ചോദ്യം ചെയ്തു, പലരെയും സംശയിച്ചു, പല തെളിവുകളും ശേഖരിച്ചു. അവസാനം സൂക്ഷ്മമായ ഓരോ ചുവടുവയ്പിലൂടെ യഥാർത്ഥ കൊലയാളിയിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾക്ക് സാധിച്ചു. അനഘ തിരിഞ്ഞുകൊണ്ട് എല്ലാവരെയും മാറി മാറി നോക്കി. സദസ്സിൽ ആകാംക്ഷ നിറഞ്ഞ മുഖഭാവങ്ങൾ. മിത്രയുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തി. അതാണ് ഈ കേസിലെ നിർണായകമായ തെളിവായി പോലീസിന് ലഭിച്ചത്. കൂടി നിൽക്കുന്നവരിൽ ആകാംക്ഷ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അനഘ തുടർന്നു, മിത്ര അവസാനം ഡയൽ ചെയ്ത നമ്പറും മിത്രയ്ക്ക് അവസാനം വന്ന കോളും ഒരേ നമ്പറിൽ നിന്ന് തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി. കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് വരെ അയാളുമായി മിത്ര അല്പനേരം സംസാരിച്ചിട്ടുമുണ്ട്. അയാളാണ് മിത്രയുടെ കൊലയാളി. നമ്മളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന ബുദ്ധിമാനായ കില്ലർ. എല്ലാവരും ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. അനഘ തുടർന്നു, സാധാരണ ഇത്തരം കേസുകളിൽ ഉപയോഗിക്കുന്ന നമ്പർ ഒന്നില്ലെങ്കിൽ ഫേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ ആ നമ്പർ അവർ നശിപ്പിച്ചു കളയും. പക്ഷേ ഇവിടെ ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഈ കേസിലെ ടേണിംഗ് പോയിന്റ്. കൊലയാളിയുടെ അതിബുദ്ധിയാകും ഇങ്ങനെയൊരു നീക്കത്തിന് കാരണം. പക്ഷേ ആ അതിബുദ്ധി തന്നെയാണ് അയാളെ കുടുക്കിയതും. ആ കില്ലർ ഇവിടെയുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ. തന്നെ പിടികൂടാൻ സാധിക്കില്ല എന്ന അഹങ്കാരത്തിൽ നമ്മോടൊപ്പമുണ്ട്. ഒന്നും മനസ്സിലാകാതെ എല്ലാവരും പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. ആ കൊലയാളിയെ അറിയാൻ അവർ ആഗ്രഹിച്ചു. എല്ലാവരുടെയും ഭാവവ്യത്യാസങ്ങൾ അനഘ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ആരെന്നറിയാനുള്ള നിങ്ങളുടെ ആകാംക്ഷ ഞാൻ മനസ്സിലാക്കുന്നു. ഈ ലോകത്തിനു മുമ്പിൽ അവന്റെ മുഖംമൂടി വലിച്ചു കീറാൻ സമയമായി. അനഘ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തു. ഏതോ നമ്പർ പരതി. മിത്രയെ അവസാനം വിളിച്ച നമ്പറിലേക്ക് ഞാൻ ഡയൽ ചെയ്യുകയാണ്. അയാളെ നമുക്ക് കണ്ടെത്തിയല്ലേ പറ്റൂ. അത് പറഞ്ഞുകൊണ്ട് അനഘ ഒരു നമ്പർ ഡയൽ ചെയ്തു. ഫോൺ സ്പീക്കർ ശബ്ദത്തിലിട്ടു. എല്ലാവരുടെയും മുഖത്ത് ഭയപ്പാട് നിറഞ്ഞു. മനസ്സിൽ ആകാംക്ഷ വർദ്ധിച്ചു. എങ്ങും സൂചി വീണാൽ അറിയുന്ന നിശബ്ദത തളം കെട്ടി നിന്നു. പെട്ടെന്ന് കൂട്ടത്തിൽ ഒരാളുടെ മൊബൈൽ ശബ്ദിച്ചു. എല്ലാ കണ്ണുകളും ആ വ്യക്തിയിലേക്ക് തിരിഞ്ഞു. അവർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഞെട്ടൽ അവരുടെ മുഖത്ത് മിന്നിമറഞ്ഞു. കാതുകളിൽ വന്നടിച്ച ശബ്ദം അവർക്ക് അവിശ്വസനീയമായി തോന്നി. അനഘ അയാളെ തീക്ഷ്ണമായി നോക്കി പതുക്കെ മുന്നോട്ട് നടന്നു. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് അനഘയുടെ കാലടികൾ പതുക്കെ ചലിച്ചു. കണ്ണുകളിലെ തീക്ഷ്ണമായ നോട്ടം അയാളെ കൂടുതൽ പരിഭ്രാന്തനാക്കി. റിങ് ചെയ്യുന്ന ഫോൺ പിടിച്ച് വാങ്ങി അനഘയുടെ ഗർജിക്കുന്ന സ്വരമുയർന്നു. "പ്രൊഫസർ വിജയകൃഷ്ണൻ, യു ആർ അണ്ടർ അറസ്റ്റ്." സദസ്സിലുള്ളവരും സ്റ്റേജിലുള്ളവരും ഒരുപോലെ ഞെട്ടിയ മുഹൂർത്തമായിരുന്നു അത്. നിശബ്ദതയിൽ വീണ്ടും ചോദ്യങ്ങൾ അവരിൽ മിന്നിമറഞ്ഞു. ഒന്നും മനസ്സിലാകാതെ സദസ്സിൽ നിറഞ്ഞ മുഖഭാവങ്ങളിൽ ആശങ്ക നിറഞ്ഞൊഴുകുന്നതായി അനഘ മനസ്സിലാക്കി. വിജയകൃഷ്ണന്റെ മുഖത്ത് കടന്നുകൂടിയ അജ്ഞതയുടെ ചോദ്യം വാക്കുകളിൽ പ്രകടിപ്പിച്ചു. "ഞാനല്ല, ഞാനാരെയും കൊന്നിട്ടില്ല. എനിക്കൊന്നറിയില്ല." അനഘ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞു. "അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. വിജയകൃഷ്ണൻ, ബിക്കോസ് യു ആർ എ കില്ലർ." കണ്ണുകളിൽ ഭയത്തിന്റെ വികാരം നിറച്ചുകൊണ്ട് അയാളെ വരിഞ്ഞു മുറുക്കി. അസ്വസ്ഥത നിഴൽപ്പാട് പോലെ അയാളെ പിന്തുടർന്നു. ചുറ്റുമുള്ളവർ മുഖത്തോട് മുഖം നോക്കി പലതും പറയുന്നുണ്ട്. രാജേശ്വരി ഒന്നും പറയാതെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. "നോ, ഞാനല്ല. നിങ്ങൾ കള്ളം പറയുകയാണ്. എനിക്കൊന്നറിയില്ല." "നിങ്ങൾക്കൊന്നറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ മിത്രയെ വിളിച്ചത്?" "ഞാൻ മിത്രയെ വിളിച്ചിട്ടില്ല. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. എനിക്കൊന്നറിയില്ല." അയാളുടെ വാക്കുകൾക്ക് അനഘയുടെ മുഖത്തെ സംശയത്തിന്റെ പാടുകളെ നീക്കാനായില്ല. അയാളിൽ അസ്വസ്ഥത ഏറിക്കൊണ്ടിരുന്നു. അത് മനസ്സിലാക്കിയ അയാൾ തന്റെ ചുറ്റുമുള്ള സഹപ്രവർത്തകരുടെ അടുത്തേക്ക് നീങ്ങി. ദയനീയ സ്വരത്തിൽ അവരോടായി പറഞ്ഞു, "നിങ്ങളിത് വിശ്വസിക്കരുത്. ഞാനല്ല ആ കുട്ടിയെ കൊന്നത്. നിങ്ങൾക്കറിയില്ലേ, മക്കളില്ലാത്ത ഞങ്ങൾക്ക് ഇവിടുത്തെ കുട്ടികൾ സ്വന്തം മക്കളെ പോലെയാണ്.
പിന്നെ എങ്ങനെ എനിക്ക് ആ കുട്ടിയെ കൊല്ലാൻ പറ്റും? ഒരിക്കലുമില്ല. അയാളുടെ ദയനീയ സ്വരം അവരുടെ മുഖത്ത് വേദനയായി മിന്നിമറഞ്ഞു. അയാളുടെ കണ്ണുകളിൽ കണ്ണുനീർ ഒരു വെണ്ണീറായി അവർക്ക് അനുഭവപ്പെട്ടു. കാരണം അവർ അയാളുടെ നല്ല സ്വഭാവങ്ങൾ മനസ്സിലാക്കിയവരാണ്. അയാളുടെ നല്ല പ്രവർത്തനങ്ങൾ വാഴ്ത്തിയവർക്ക് അതൊരു ഭീകര സ്വപ്നമായി തോന്നി. അയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല. അവർ നിശബ്ദരായി നിന്നപ്പോൾ അയാൾ അല്പം മാറി നിൽക്കുന്ന കോളേജ് കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. അവരെ മാറി മാറി നോക്കി അയാൾ കൂപ്പുകൈയോടെ നിന്നു. കുട്ടികളെ, എന്നെ നിങ്ങൾക്കറിയില്ലേ? ഒരു നോട്ടം കൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാത്തവനാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഒരു ജീവനെടുക്കാൻ എങ്ങനെ കഴിയുക? എന്റെ ഈശ്വരാ! കണ്ണുകളിൽ ഒഴുകിക്കൊണ്ടിരുന്ന കണ്ണുനീർ തുള്ളികൾ മറച്ചു പിടിക്കാൻ അയാൾ ഏറെ ബുദ്ധിമുട്ടി. സംശയങ്ങൾ മിന്നിമറയുന്ന അവസ്ഥയിൽ കുട്ടികൾ പരസ്പരം നോക്കി. സാർ അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾക്കറിയാം സാറിനെ, കൂട്ടത്തിലൊരുത്തൻ പറഞ്ഞു. ശരിയാണ്, ഇത് പോലീസിന്റെ കളിയാണ്. യഥാർത്ഥ പ്രതിയെ രക്ഷിക്കാനുള്ള പോലീസിന്റെ തന്ത്രമാണ്, മറ്റൊരുത്തൻ പറഞ്ഞു. മറ്റു കുട്ടികളുടെയും ശബ്ദമുയർന്നു. സദസ്സിൽ ചില കുട്ടികൾ എഴുന്നേറ്റ് ബഹളമുണ്ടാക്കി. അവർ കസേരയിലടിച്ചും ഒച്ച ഉയർത്തിയും പ്രതിഷേധിച്ചു തുടങ്ങി. പോലീസ് നീതി പാലിക്കുക. യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യുക. പോലീസ് ക്യാമ്പസ് വിട്ട് പുറത്തു പോവുക. കീപ് സൈലൻസ്. എല്ലാവരും നിശബ്ദരായിരിക്കണം. മാനേജർ മൈക്കിൽ കൂടി അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു. അവർ അതൊന്നും ചെവിക്കൊണ്ടില്ല. അവരുടെ വികാരം മുദ്രാവാക്യമായി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. കുട്ടികളുടെ പ്രതിഷേധം പോലീസുകാരെ പരിഭ്രാന്തരാക്കി. മാഡം, കുട്ടികൾ വയലന്റാണ്. അവർ എന്തും നേരിടാൻ തയ്യാറായി നിന്നു. ഗൗരവം നിറഞ്ഞ മുഖവുമായി അനഘ അവരുടെ അടുത്തേക്ക് തിരിഞ്ഞു. സദസ്സിലെ ബഹളം അവരിലെ കോപാഗ്നിയെ ആളിക്കത്തിച്ചു. സ്റ്റോപ്പ് ഇറ്റ്! അവർ അലറി. പക്ഷേ മുദ്രാവാക്യം ഉയർന്നുകൊണ്ടിരുന്നു. വീണ്ടും അവരുടെ ശബ്ദം ഉയർന്നു. ആ ശബ്ദം കോളേജ് ഹാളിൽ മുഴങ്ങി. അതുവരെ കേട്ട ശബ്ദവും ബഹളവും പെട്ടെന്ന് നിലച്ചു. നിശബ്ദത അന്തരീക്ഷത്തിൽ നിറഞ്ഞു. അനഘ കോപം കൊണ്ട് വിറച്ചു. നിന്റെയൊക്കെ ഒരു മുദ്രാവാക്യം ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നാൽ എല്ലാത്തിനെയും പിടിച്ച് ഞാൻ ലോക്കപ്പിലിടും, പറഞ്ഞേക്കാം. അനഘയുടെ വാക്കുകൾ അവരിലെ ആത്മവീര്യം കെടുത്തി. മിസ്റ്റർ വിജയകൃഷ്ണൻ, നിങ്ങളാണ് ഈ കൊലപാതകം ചെയ്തുവെന്നതിന് ഞങ്ങളുടെ പക്കൽ എല്ലാ തെളിവുമുണ്ട്. അതുകൊണ്ട് ഒരുപാട് സ്മാർട്ടാകാൻ നോക്കണ്ട, മനസ്സിലായോ? അയാൾക്കെന്തോ പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവസാന രക്ഷപ്പെടലിനായി അയാൾ എല്ലാവരെയും മാറി മാറി നോക്കിയപ്പോഴാണ് കൂട്ടത്തിൽ വിഷമിച്ചു നിൽക്കുന്ന രാജേശ്വരിയുടെ മുഖം അയാൾ കണ്ടത്. ഒന്ന് ചിന്തിച്ച ശേഷം അയാൾ അവരുടെ അടുത്തേക്ക് നടന്നു. അല്പം നിശബ്ദത കടന്നുപോയ നിമിഷങ്ങളെ ഭേദിച്ചുകൊണ്ട് വിറയാർന്ന ചുണ്ടുകളോടെ അയാൾ സംസാരിച്ചു തുടങ്ങി. രാജി, നീയെങ്കിലും എന്നെ വിശ്വസിക്കണം. ഞാനല്ല മിത്രയെ കൊന്നത്. എനിക്ക് മിണ്ടരുത് നിങ്ങൾ. എന്തോ പറയാൻ തുടങ്ങിയ അയാളുടെ വാക്കുകൾക്ക് മുമ്പിൽ പെട്ടെന്നുള്ള രാജേശ്വരിയുടെ ആ അലർച്ച വിജയകൃഷ്ണനെ മാത്രമല്ല അവിടെയുള്ളവരെ കൂടി ഞെട്ടിച്ചു. അങ്ങനെയൊരു പ്രതികരണം അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രാജേശ്വരിയുടെ തീക്ഷ്ണമായ നോട്ടം അയാളിലേക്ക് പതിഞ്ഞു. അതിന്റെ കാഠിന്യം അയാളുടെ മനസ്സിനെ മുള്ളുകൾ പോലെ കീറിമുറിച്ചു. ഒരു പാവം പെൺകുട്ടിയെ ക്രൂരമായി കൊന്ന് തള്ളിയിട്ട് കരയുന്നോ? രാജി! തൊണ്ടയിടറിയ അയാളുടെ വിളി. ആ പേര് പോലും ഈ നാവുകൊണ്ട് ഉച്ചരിക്കരുത്. നിങ്ങളുടെ ആ വിളിയിൽ പോലുമുണ്ട് ഒരു ചതിയുടെ സ്വരം. അയാളുടെ മുഖം വിളറി വെളുത്തു. രാജേശ്വരിയിലെ സ്ത്രീത്വം ഉണർന്നു. ഒരുപാട് സ്വപ്നങ്ങളുമായി ഈ ക്യാമ്പസിൽ കടന്നു വന്ന ഒരു പാവം പെൺകുട്ടിയെ നിങ്ങൾ... അത് മുഴുവിപ്പിക്കാൻ അവർക്കായില്ല. യു ആർ എ കില്ലർ. യു ആർ എ ഡെവിൾ. നിങ്ങൾക്ക് മാപ്പില്ല. അവരുടെ കണ്ണുകളും വാക്കുകളും ഒരുപോലെ ജ്വലിച്ചു. കോപം അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു തുടങ്ങിയതായി വിജയകൃഷ്ണൻ മനസ്സിലാക്കിയ നിമിഷം അയാൾ സ്തംഭിച്ചു നിന്നു. അവർ നേരെ അനഘയുടെ അടുത്തേക്ക് നീങ്ങി. മാഡം, ഇയാൾ വലിയൊരു തെറ്റാണ് ചെയ്തത്. ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളാണ് ഇയാൾ തകർത്തത്. അതിനുള്ള ശിക്ഷ ഇയാൾ അനുഭവിച്ചേ പറ്റൂ. സോ യു ടേക്ക് ആക്ഷൻ. ഞാനോ എൻ്റെ സഹപ്രവർത്തകരോ ഈ നിൽക്കുന്ന കുട്ടികളോ അതിന് തടസ്സം നിൽക്കില്ല. അവർ ഗൗരവമായി പറഞ്ഞു നിർത്തിയപ്പോൾ അനഘ അവരെ തീക്ഷ്ണമായി നോക്കിക്കൊണ്ട് ഒരടി മുന്നോട്ട് വെച്ചു. ദേഷ്യം വരിഞ്ഞു മുറുക്കിയ രാജേശ്വരിയിലേക്ക് അവരുടെ നോട്ടത്തിന്റെ ശക്തി ഏറി വന്നു. പെട്ടെന്നായിരുന്നു അനഘയിൽ ചില ഭാവവ്യത്യാസങ്ങൾ മിന്നിമറഞ്ഞത്. അവിചാരിതമായ ആ മാറ്റം വലിയൊരു അട്ടഹാസത്തിലേക്ക് വഴിമാറി. ആ ചിരി അന്തരീക്ഷത്തെയാകെ ഇളക്കിമറിച്ചു. അവ്യക്തമായ ചോദ്യങ്ങളോടെ സദസ്സിലുള്ളവർ പരസ്പരം നോക്കി. അനഘയുടെ അർത്ഥമില്ലാത്ത അട്ടഹാസം രാജേശ്വരിയിൽ ഞെട്ടലുണ്ടാക്കി. അവരുടെ കണ്ണുകൾ അലക്ഷ്യമായി ചലിക്കുന്നത് അവർക്ക് കാണാമായിരുന്നു. രാജേശ്വരി അങ്ങനെയൊരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല. ആരും കാര്യം മനസ്സിലാക്കാതെ സ്തംഭിച്ചു നിന്നു.
ചിന്തിക്കാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നതായി അവർക്ക് തോന്നി. മാഡം, ഈ നിൽക്കുന്ന പ്രൊഫസറാണ് മിത്രയുടെ കൊലയാളിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് അത് വിശ്വസിക്കാൻ പറ്റാതെ നിശബ്ദരായി നിന്നു. അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികളാകട്ടെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. അവർ ബഹളമുണ്ടാക്കി. പക്ഷേ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിങ്ങൾ, മിസ്സസ് രാജേശ്വരി വിജയകൃഷ്ണൻ, അനഘ പറഞ്ഞു നിർത്തിക്കൊണ്ട് തുടർന്നു. കൊലപാതകത്തിന്റെ മോട്ടീവോ അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകളോ സാക്ഷികളോ ഒന്നും പറയാതെ തന്നെ നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി ഇദ്ദേഹമാണ് കില്ലറെന്ന്? ആ ചോദ്യത്തിൽ അവരൊന്ന് പകച്ചുപോയി. അവരുടെ മുഖത്ത് വന്ന ഭാവവ്യത്യാസങ്ങൾ അനഘ നിരീക്ഷിച്ചു. പറയണം മാഡം, എങ്ങനെ മനസ്സിലായി? അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് ഇയാളാണ് കില്ലറെന്ന്? ചിരി മായാതെ അനഘയുടെ ചോദ്യം. ഓ, ഞാൻ പറഞ്ഞതുകൊണ്ടോ നിങ്ങളങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ടോ? പറയൂ മാഡം. അവരുടെ മുഖത്ത് ദേഷ്യം കടന്നുകൂടി. വാട്ട് യു മീൻ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇനി ഞാനാണ് കൊലപാതകം ചെയ്തതെന്ന് നിങ്ങൾ പറയുമോ? അനഘയുടെ പുഞ്ചിരി മങ്ങി. മുഖം കോപത്താൽ വിവർണമായി. യെസ്, ദാറ്റ്സ് ട്രൂ. മുഖംമൂടി അണിഞ്ഞ ആ കൊലയാളി നിങ്ങളാണ്. യു ആർ എ ബ്രില്യൻ കില്ലർ. ഒരു ഞെട്ടലോടെ അവർ അലറി. നോ! അതിവിദഗ്ധമായി ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തു നിങ്ങൾ. അത് നടക്കാതെ വന്നപ്പോൾ ഒരു പാവം പെൺകുട്ടിയെ കൊന്ന കില്ലർ നിങ്ങളാണ് രാജേശ്വരി. അത് അല്ല, ഒരിക്കലും അല്ല. ആ ശബ്ദം ഉയർന്നതും അനഘയുടെ കരം അവരുടെ മുഖത്ത് പതിച്ചതും ഒരുമിച്ചായിരുന്നു. അടിയേറ്റവർ തറയിലേക്ക് വീണു. ആളുകൾ ഒന്നും അറിയാതെ പരസ്പരം നോക്കി നിന്നു. മാഡം, എന്തായി കാണിക്കുന്നത്? രാജി അങ്ങനെയൊന്നും ചെയ്യില്ല. അനഘ വിജയകൃഷ്ണന്റെ നേരെ തിരിഞ്ഞു. സാർ ക്ഷമിക്കണം. അല്പനേരത്തേക്കെങ്കിലും താങ്കളെ കുറ്റവാളിയെ ചിത്രീകരിച്ചത് ഇവരുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇവരാണ് സാർ മിത്രയെ കൊന്നത്. ഒരു ഞെട്ടലോടെ അയാളത് കേട്ടത്. അനഘ തുടർന്നു. അന്ന് നടത്തിയ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഫംഗ്ഷൻ പോലും ഒരു കൊലപാതകത്തിനുള്ള മുന്നൊരുക്കമായിരുന്നു. എന്നാൽ പാവം മിത്ര അതിൽ ബലിയാടാവുകയായിരുന്നു. അതൊക്കെ വിശദീകരിച്ച് ഇവർ തന്നെ പറയും. അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. അനഘയുടെ കടുത്ത വാക്കുകളിൽ അവർ പതറി. രാജേശ്വരി നിലത്ത് നിന്ന് എഴുന്നേറ്റു. പതുക്കെ മുഖം തടവി. അനഘ അവരെ നോക്കി. പ്രിൻസിപ്പളാണ് ലെക്ചറാണെന്നൊന്നും ഞാൻ നോക്കില്ല. വലിച്ചു ലോക്കപ്പിലിടും. അതുകൊണ്ട് സത്യം പറയണം. എങ്ങനെയാ മിത്ര കൊല്ലപ്പെട്ടത്? അവരുടെ സ്വരം താഴ്ന്നു. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ശ്യാം. അവർ ശ്യാമിന് എന്തോ നിർദ്ദേശം കൊടുത്തു. അല്പം കഴിഞ്ഞ് ഒരാളോടൊപ്പം ശ്യാം അങ്ങോട്ട് വന്നു. കാഴ്ചയിൽ മാന്യനായി തോന്നുന്ന നല്ല ചുറുചുറുക്കുള്ള ഒരു മധ്യവയസ്കൻ. എല്ലാവരും അയാളിലേക്ക് അത്ഭുതത്തോടെ നോക്കി. ആർക്കും അയാളെ മനസ്സിലായില്ല. പക്ഷേ രാജേശ്വരി ആ വ്യക്തിയെ കണ്ട് ഞെട്ടി. അതുവരെ അവർ സംഭരിച്ചു വെച്ച ധൈര്യം എവിടെയോ പോയി മറഞ്ഞു. മുഖം വിളറി വെളുത്തു. അവർ അയാളെ തിരിച്ചറിഞ്ഞു. അനഘ അവരുടെ അടുത്തേക്ക് നീങ്ങി. എന്താ മാഡം, ഇയാളെ അറിയുമോ? അവർ ഒന്നും മിണ്ടാതെ അനഘയെ നോക്കി തല താഴ്ത്തി നിന്നു. മാഡം ചിലപ്പോൾ മറന്നുപോയി കാണും. വർഷങ്ങൾ കുറെ കഴിഞ്ഞില്ലേ. സാരില്ല, ഞാൻ ഓർമ്മിപ്പിക്കാം. ഇത് ഗെവിൻ തോമസ്. ഇവിടെ IT കമ്പനിയിൽ മാനേജറാണ്. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ മാഡത്തിന്റെ ഓർമ്മകളിൽ മായാതെ നിൽക്കുന്ന കാമുകൻ. അനഘയുടെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞിരുന്നു. ചുറ്റുമുള്ളവർ അവരെ തീക്ഷ്ണമായി നോക്കി. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പഠിച്ചിരുന്ന മാർത്തോമ കോളേജിലെ പ്രണയ ജോഡികൾ. പക്ഷേ പിന്നീടുള്ള കൂടിക്കാഴ്ച ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ വേണ്ടി ആയിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പറയണം മാഡം, എല്ലാരും കേൾക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യങ്ങൾ. കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് രാജേശ്വരിക്ക് മനസ്സിലായി. അല്പനേരം കൂടി അവർ ശാന്തമായി നിന്നു. പറയണം മാഡം, എങ്ങനെയാ മിത്ര കൊല്ലപ്പെട്ടത്? ആഷിഖിന്റെ ചോദ്യം. അവർ എല്ലാവരെയും മാറി മാറി നോക്കി. പിന്നെ സംസാരിച്ചു തുടങ്ങി. ഞാനെല്ലാം പറയാം. ഇനി എനിക്കൊന്നും ഒളിക്കേണ്ട ആവശ്യമില്ല. ശരിയാണ് മാഡം പറഞ്ഞത്. ഒരു കാലത്ത് ഇവനെന്റെ ആരൊക്കെയോ ആയിരുന്നു. അല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. മനസ്സിൽ മോഹങ്ങൾ കൂട്ടിവെച്ചു. അന്ന് സന്തോഷം മാത്രമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. പക്ഷേ അവരുടെ കണ്ണുകൾ ചുവന്നു. വാക്കുകൾ ശക്തിയാർജിച്ചു. അതെല്ലാം തകർത്തെറിഞ്ഞത് ഇയാളാ. അവർ വിജയകൃഷ്ണന് നേരെ കൈ ചൂണ്ടി. ദേഷ്യത്താൽ അവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിജയകൃഷ്ണൻ അത് കേട്ട് ഞെട്ടി. എന്റെ സ്വപ്നങ്ങൾ മാത്രമല്ല, എന്റെ കുടുംബവും തകർത്തത് ഇയാളാ. അയാൾ കാര്യമറിയാതെ അവരെ നോക്കി. ആർക്കും ഒന്നും മനസ്സിലായില്ല. പ്രിൻസിപ്പൽ സംസാരിച്ചു തുടങ്ങി.
ഓർമ്മകൾ അവരുടെ വാക്കുകൾക്ക് ആവേശം നൽകി. രാജി തുടർന്നു. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞെങ്കിലും അയാളതിന് തയ്യാറായില്ല. മാത്രമല്ല, ഞങ്ങളുടെ ബന്ധം വീട്ടിൽ അറിയുകയും ചെയ്തു. അച്ഛൻ ഈ ബന്ധത്തെ ശക്തിയായി എതിർത്തു. ഇയാളെ തന്നെ വിവാഹം കഴിക്കാൻ അച്ഛനെന്നെ നിർബന്ധിച്ചു. അവർ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. ഇയാൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്വപ്നങ്ങൾ തകർക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും ഒളിച്ചോടാൻ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അതായിരുന്നു എന്റെ കുടുംബത്തിലുണ്ടാക്കിയ ദുരന്തം. വീട്ടിലാരും അറിയാതെ ഞങ്ങൾ ഒളിച്ചോടി ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. പട്ടണത്തിലെ ഒരു ഹോട്ടൽ മുറി. താനിങ്ങനെ വിഷമിക്കാതെ രാജി, എല്ലാം ശരിയാകും. അവളെ നോക്കി ഗെവിൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. എന്റെ അടുത്തേക്ക് വന്നത് അബദ്ധമായി പോയെന്ന് തോന്നുന്നുണ്ടോ രാജി? എന്താ ഗവി അങ്ങനെ പറയുന്നത്? അല്ല, തന്റെ ഈ വിഷമം കണ്ടപ്പോൾ ചോദിച്ചതാണ്. ഞാൻ എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഓർത്തുപോയി. പേരുകേട്ട തറവാട്, കോടീശ്വരനായ അച്ഛൻ്റെ ഏക അവകാശിയായ മകൾ, എല്ലാ സൗകര്യങ്ങളും തന്നവർ എന്നെ വളർത്തി. എന്നിട്ടും അവർക്ക് അപമാനം വരുത്തി വെച്ചുകൊണ്ടല്ലേ നമ്മൾ പോകുന്നത്? ഗവി അവളുടെ അടുത്ത് വന്നിരുന്നു. അവളുടെ തലയിൽ തലോടി. കുറച്ചു നാളുകൾ മാത്രമേ ഈ പരിഭവം കാണൂ രാജി. നമുക്കൊരു കുഞ്ഞൊക്കെ ആയിക്കഴിയുമ്പോൾ എല്ലാം ശരിയാകും. അവൾ കണ്ണുകൾ തുടച്ചു. എന്താ നമ്മുടെ പ്ലാൻ? തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം. ബാംഗ്ലൂരിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ്റെ പരിചയത്തിലുള്ള ഒരു ഫ്ലാറ്റിൽ നമുക്ക് താമസിക്കാം. അതിനിടയിൽ നമ്മുടെ രജിസ്റ്റർ മാരേജ്. അപ്പോഴേക്കും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ചൂടാറും. തിരിച്ചു നാട്ടിൽ വന്ന് ഇവിടെ സെറ്റിൽ ചെയ്യാം. എത്ര ആയാലും അവർ നിന്റെ മാതാപിതാക്കളല്ലേ. നിന്നെ വെറുക്കാൻ അവർക്കാകില്ല. അയാൾ എഴുന്നേറ്റു. ഞാൻ പുറത്തുപോയി ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ആർക്കാണ്? ഞാൻ പറഞ്ഞില്ലേ രാജി, എൻ്റെ ബാംഗ്ലൂരിലുള്ള സുഹൃത്ത്. അവനെ വിളിച്ചെല്ലാം ഓക്കെയാണോ എന്നറിയണം. അവൾ എല്ലാത്തിനും തലയാട്ടി. അത് പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയി. അവൾ പതുക്കെ എഴുന്നേറ്റ് ജനലിന്റെ അരികിൽ വന്നു നിന്നു. ആകാശത്ത് പ്രകാശിച്ചു നിൽക്കുന്ന നിലാവിന്റെ വെളിച്ചം അവരുടെ സ്വപ്നങ്ങളായി തോന്നി. അല്പനേരം അവിടേക്ക് നോക്കി തന്നെ അവൾ നിന്നു. രാജി, എല്ലാം ഓക്കെയായി. അവന്റെ സംസാരം കേട്ട് അവൾ ചിന്തയിൽ നിന്നുണർന്നു. ടിക്കറ്റ് അവൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. നാളെ രാവിലെ നമുക്ക് പുറപ്പെടാം. അവളുടെ മുഖത്ത് മങ്ങിയ ഒരു പുഞ്ചിരി. തനിക്കെന്താ ഒരു സന്തോഷമില്ലാത്തേ? ഏയ്, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ സത്യമാകാൻ പോകുകയല്ലേ. താൻ ആദ്യം പോയി ഒന്ന് ഫ്രഷ് ആകൂ. ആ സമയം പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേട്ടു. അവൻ വാതിലിന്റെ അടുത്തേക്ക് നീങ്ങി. കുറ്റി നീക്കി വാതിൽ തുറന്ന് അവൻ മുമ്പിൽ നിൽക്കുന്നവരെ കണ്ട് ഞെട്ടി. അവൾ തോർത്ത് മേശപ്പുറത്തിട്ട് അവന്റെ അടുത്തേക്ക് നീങ്ങി. വാതിലിന് മുന്നിൽ നിൽക്കുന്ന 3 പോലീസുകാരെ കണ്ട് ഗവിനും രാജേശ്വരിയും ഞെട്ടി. കാര്യം മനസ്സിലാകാതെ അവർ പരസ്പരം നോക്കി. മുൻപിലുള്ള പോലീസുകാരൻ പരിഹാസഭാവത്തിൽ അവരെ ഒന്ന് നോക്കി. ഞാനിവിടുത്തെ സ്ഥലം എസ്ഐയാണ്. പേര് ശിവദാസൻ. ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി. സിറ്റിക്കടുത്തുള്ള ഹോട്ടൽ ബ്ലൂ സ്റ്റാറിൽ റൂം നമ്പർ 107 അനാശാസ്യം നടക്കുന്നുണ്ടെന്ന്. അവർ അത് കേട്ട് ഞെട്ടി. ഞെട്ടൽ മാറാതെ അവർ തരിച്ചു നിന്നു. അയാൾ മീശ പിരിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. ഇവിടെ എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. സർ, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണിത്. ഗവിൻ താഴ്മയോടെ പറഞ്ഞു. എസ്ഐ അകത്തേക്ക് കയറി. അയാൾ റൂം മുഴുവനും നിരീക്ഷിച്ചു. അപ്പോ കല്യാണം കഴിക്കാൻ പോകുന്നവരാണ്. ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. സാർ, അത് വേണ്ട. കൂടുതൽ സംസാരം സ്റ്റേഷനിൽ ചെന്നിട്ടാവാം. രണ്ടിനെ പിടിച്ച് വണ്ടിയിൽ കയറ്റിടൂ. അയാൾ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. അവർ അവരുടെ കയ്യിൽ കയറി പിടിച്ചു. രാജി കരഞ്ഞു. സർ, നിങ്ങൾക്ക് കിട്ടിയ തെറ്റായ വാർത്ത വെച്ച് ഞങ്ങളെ അപമാനിക്കരുത്, പ്ലീസ്. ഒരു വ്യാജ ഫോൺ വന്നാലുടനെ കുറ്റിയും പറിച്ചു വരുന്നവരല്ല ഈ ശിവദാസൻ. കൃത്യമായ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത്. ഒരു വിജയകൃഷ്ണനാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നത്. ആ വാക്കുകൾ രാജേശ്വരിക്ക് കൂടുതൽ ഞെട്ടലുണ്ടാക്കി. അവർ സ്തംഭിച്ചു നിന്നു. എന്താ നോക്കി നിൽക്കുന്നത്? പിടിച്ചു വണ്ടി കയറ്റൂ. പോലീസുകാർ അവരെ പിടിച്ചു വലിച്ചു. ഞങ്ങളെ കൊണ്ടുപോകരുത് സർ, അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അയാൾ അത് ചെവിക്കൊണ്ടില്ല. റൂമിന് പുറത്തേക്കിറങ്ങി അവർക്ക് മുമ്പിൽ പത്രക്കാർ ഓടിവന്നു. പലവിധ ചോദ്യങ്ങൾ കൊണ്ട് അവർ പോലീസുകാരെ ബുദ്ധിമുട്ടിച്ചു. ക്യാമറ ഫ്ലാഷുകൾ അവർക്ക് മുമ്പിൽ മിന്നിമറഞ്ഞു. ഗവിൻ ടവൽ കൊണ്ട് മുഖം പൊത്തി. പക്ഷേ രാജി നിർജീവമായി മുന്നോട്ട് നടന്നു. കരയാൻ മറന്ന കണ്ണുകളിൽ ചിന്തകളുടെ ചലനങ്ങൾ തെളിഞ്ഞു. 2 ദിവസങ്ങൾക്ക് ശേഷം രാജേശ്വരിയും ഗവിനും ഒരു വക്കീലിന്റെ കോടതിമുറിക്കുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്നു. ചില ആളുകൾ അല്പം മാറി നിന്ന് അടക്കം സംസാരിക്കുന്നുണ്ട്.
ചിലരിൽ പരിഹാസച്ചിരി തെളിഞ്ഞു. ഇതൊന്നും ശ്രദ്ധിക്കാതെ രാജി മുന്നോട്ട് നീങ്ങി. മിസ്റ്റർ ഗോവിന്ദൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് ചെന്നോളൂ. കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ദൂരെ കാറിൽ അരികിൽ നിൽക്കുന്ന ആളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വക്കീൽ പറഞ്ഞു. ഗോവിന്ദൻ രാജിയുടെ അച്ഛന്റെ അനിയനാണ്, ഒരു കൺസ്ട്രക്ഷൻ മുതലാളി. രാജിയും ഗവിയും അവിടേക്ക് നടന്നു. അവർ വരുന്നത് ഗോവിന്ദൻ ദൂരെ നിന്നും കണ്ടു. ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് ഇവനുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ആയില്ലല്ലേ? അയാൾ അവളോട് ദേഷ്യപ്പെട്ടു. കൊച്ചച്ച, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ശരിയും ചർച്ച ചെയ്യാനല്ല ഞാൻ വന്നത്. ഇത്രയൊക്കെ നീ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടും നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് നിന്റെ അച്ഛൻ, അതും നീ തനിച്ച്. അവൾ അയാളെ ഗൗരവമായി ഒന്ന് നോക്കി. ഇപ്പോഴും അച്ഛൻ എന്നെ മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വരില്ല. വേണ്ടടി, നീ വരണ്ടടി. നീ മൂലം ഇന്ന് ആ കുടുംബം വലിയൊരു ദുരന്തത്തിലാണ്, അത് നീ മറക്കണ്ട. അയാൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്ന് ഒരു വിളി. കൊച്ചച്ച, ഒരു നിമിഷം. അയാൾ തിരിഞ്ഞു നോക്കി. ഗവിനായിരുന്നു അത്. അവൻ രാജിയുടെ അടുത്തേക്ക് വന്നു. ദയനീയമായ ഒരു നോട്ടം. രാജി, ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ഗവി. അവളൊന്ന് ഞെട്ടി. പിന്നീട് സംസാരിച്ചു. നീ എന്നെ ഒഴിവാക്കുകയാണോ? ഒരിക്കലുമല്ല രാജി. പക്ഷേ ഇപ്പോൾ നീ തിരിച്ചു പോകണം, അച്ഛനെ കാണണം. ഒരുപക്ഷേ നമ്മുടെ വിവാഹത്തിന് സമ്മതം തരാൻ വേണ്ടിയാണെങ്കിലോ? എന്നാലും നിന്നെ തനിച്ചാക്കി. ഒന്നും പേടിക്കണ്ട നീ. നമ്മൾ ഒന്നാകാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാകുക തന്നെ ചെയ്യും. അവൾ നിശബ്ദയായി അവനെ നോക്കി. ചെല്ല്. അവൾ പതുക്കെ കാറിന്റെ അടുത്തേക്ക് നീങ്ങി ഡോർ തുറന്ന് കാറിൽ കയറി. ഗോവിന്ദൻ ഡ്രൈവർ സീറ്റിൽ കയറി ഡോർ അടച്ചു. കാറിലിരുന്നും അവളുടെ കണ്ണുകൾ അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. കാർ വീടിന് മുമ്പിൽ നിർത്തുമ്പോൾ രാജിയുടെ കണ്ണുകൾ അവിടെ കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തിലേക്ക് തിരിഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് ദുഃഖം നിഴലിച്ചു. ചില നിലവിളികൾ അവിടെ ഉയർന്നു. വിറയ്ക്കുന്ന കൈയോടെ രാജി കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. കാലടികൾ മുന്നോട്ട് ചലിക്കുന്തോറും അവളുടെ ചിന്തകൾ ചില ഉത്തരങ്ങൾ തേടുകയായിരുന്നു. ഒന്നും മനസ്സിലാവാതെ അവൾ ചുറ്റും നോക്കി. മുൻവാതിലിന്റെ പടി ചവിട്ടി അവൾ അകത്ത് കിടക്കുമ്പോൾ അവളുടെ ദൃഷ്ടി ഹാളിൽ പൊതിഞ്ഞുകിടത്തിയ ശവശരീരത്തിലേക്കെത്തി. ഒരു നിമിഷം അവളൊന്ന് പകച്ചു. അവൾ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മയുടെ നിർജീവമായ ശരീരം ഇമവെട്ടാതെ അല്പം നേരം നോക്കി നിന്നു. തലയ്ക്കരികെ കത്തുന്ന കർപ്പൂരത്തിന്റെ ജ്വാല അവളുടെ തലയ്ക്കുള്ളിൽ കത്തുന്നതായി അവൾക്ക് തോന്നി. സ്വന്തം അമ്മയെ കൊലക്ക് കൊടുത്തിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, അശ്രീകരം. കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ ശബ്ദമുയർന്നു. അവൾ ദയനീയമായി അവരെ നോക്കി. മകളുടെ തോന്നിയാസറിഞ്ഞ് ചങ്ക് പൊട്ടിയാ അവൾ പോയത്. ഞങ്ങളെ വിട്ട് അവൾ പോയി. അത് പറഞ്ഞുകൊണ്ട് അവർ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഒന്നും ഉരിയാടാനാകാതെ രാജി കുമ്പിട്ട് അമ്മയുടെ കാലുകളിൽ വീണു. അവളുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നതായി അവൾക്ക് തോന്നി. പിന്നെ കണ്ണീർ അണപൊട്ടി ഒഴുകി. ആ കണ്ണീർ കൊണ്ട് ആ പാദങ്ങൾ നനഞ്ഞു. നീറുന്ന ദിനരാത്രികൾ അവളിലൂടെ കടന്നുപോയി. മനസ്സിൽ കുറ്റബോധവും പേറി അവൾ അച്ഛന്റെ മുറിയിലേക്ക് നടന്നു. കണ്ണടച്ച് കസേരയിലിരിക്കുന്ന അച്ഛന്റെ രൂപം അവളിലെ വേദന വർദ്ധിപ്പിച്ചു. ഇതുവരെ അച്ഛൻ ഒരു വാക്കുപോലും തന്നോട് മൊഴിഞ്ഞിട്ടില്ല എന്ന ചിന്ത അവളെ കൂടുതൽ പ്രയാസപ്പെടുത്തി. പതുക്കെ അയാളുടെ അരികിൽ അവളിരുന്നു. അച്ഛാ, എന്നെ ശപിക്കരുത്. അത് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. അയാൾ കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കിക്കിടന്ന് എന്തോ ആലോചിച്ചു. ശപിക്കാൻ ഞാൻ ആര്? ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണ് ഞാൻ. എനിക്ക് ശപിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. അച്ഛനിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ അതെനിക്ക് താങ്ങാൻ പറ്റില്ല. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ ചാലിട്ടൊഴുകി. അയാൾ തലപൊക്കി അവളെ നോക്കി. ശരി, ഞാൻ നിന്നോട് സംസാരിക്കാം. അത് നിനക്ക് സന്തോഷമാകുമെങ്കിൽ പകരം നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. അവൾ അയാളെ നോക്കി. ജീവിതത്തിൽ ഞാൻ കൊടുത്ത വാക്ക് ഒരിക്കലും പാലിക്കാതിരുന്നിട്ടില്ല. ഇനിയും തലയുയർത്തി തന്നെ എനിക്ക് ജീവിക്കണമെങ്കിൽ നീ എന്നെ സഹായിക്കണം. അവൾക്ക് അയാൾ പറയുന്നത് മനസ്സിലായില്ല. വിജയകൃഷ്ണൻ, അയാളുമായിട്ടുള്ള വിവാഹം നടക്കണം. നിന്റെ അമ്മ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. ആ പേര് അവളിൽ കോപമുണ്ടാക്കി. അത് വാക്കുകളിലൂടെ പുറത്തു വന്നു. അയാളുടെ പേര് പോലും എനിക്ക് കേൾക്കണ്ട, അത്രയ്ക്ക് നീചനാണ് അയാൾ. അവളിലെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. ശരി, വേറെ ആരെ വിവാഹം കഴിക്കാൻ അച്ഛൻ പറഞ്ഞാലും അച്ഛനു വേണ്ടി എന്റെ സ്വപ്നങ്ങൾ കുഴിച്ചുമൂടി ഞാൻ തയ്യാറാകാം. പക്ഷെ അയാൾ... അവളുടെ കണ്ണുകൾ ജ്വലിച്ചു. എനിക്ക് വേറെ ഒരു ആഗ്രഹവുമില്ല. ഇത്രയൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും അതൊന്നും പ്രശ്നമാക്കാതെ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അയാളെ നീ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ എന്നെയും നീ വേണ്ടെന്ന് വെക്കണം. എന്റെ മരണം കൊണ്ടാണ് നിനക്ക് സന്തോഷമെങ്കിൽ അതും ചെയ്യാൻ ഈ അച്ഛൻ തയ്യാറാണ്. കൊടുത്ത വാക്ക് പാലിക്കാത്തവൻ മരിക്കുന്നതാണ് നല്ലത്.
ആ വാക്കുകൾ അവളുടെ മനസ്സിനെ കീറിമുറിച്ചു. രാജേശ്വരി തന്റെ ദുരന്തകഥ പറയുമ്പോൾ അവളുടെ കണ്ണുനീരിനു പകരം ചോര പൊടിഞ്ഞുകൊണ്ടിരുന്നു. അതെ, എന്റെ അച്ഛനു വേണ്ടി എന്റെ സ്വപ്നങ്ങൾ മറക്കേണ്ടി വന്നു. എന്റെ അച്ഛനു വേണ്ടി ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നവന് മുമ്പിൽ എന്റെ കഴുത്ത് നീട്ടേണ്ടി വന്നു. എന്റെ അച്ഛനു വേണ്ടി ഇയാളുടെ കൂടെ ജീവിച്ച് അഭിനയിക്കേണ്ടി വന്നു. രാജി വിജയകൃഷ്ണനെ തീക്ഷ്ണമായി നോക്കി. ഒരു ജീവൻ കരിച്ചു കളയാനുള്ള ശക്തി ആ നോട്ടത്തിലുണ്ടായിരുന്നു. ഇയാളോട് എനിക്ക് അറപ്പായിരുന്നു, വെറുപ്പായിരുന്നു. കാലങ്ങൾ കഴിയുമ്പോൾ ജീവിതത്തിലെ ദുരന്തങ്ങൾ മറക്കുമെന്ന് പലരും പറയും. പക്ഷേ ഞാൻ മറക്കാതിരിക്കാൻ ശ്രമിച്ചു. ഇയാളോടുള്ള എന്റെ പക ആളിക്കത്തിക്കൊണ്ടിരുന്നു. പല രാത്രികളിലും ഇയാളെന്റെ ശരീരം കീഴ്പ്പെടുത്തുമ്പോൾ ഞാനെന്റെ മനസ്സുകൊണ്ട് ഇയാളുടെ നാശം ആഗ്രഹിക്കുകയായിരുന്നു. അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ അനഘ അവരെ നോക്കി. അനഘയുടെ ശബ്ദമുയർന്നു. ആയിടയ്ക്കാണ് നിങ്ങൾ ഗെവിൻ തോമസിനെ വീണ്ടും കണ്ടുമുട്ടുന്നത്. ആ കൂടിക്കാഴ്ച ഒരു കൊലപാതകത്തിനുള്ള ആസൂത്രണമായിരുന്നു, അല്ലേ? രാജേശ്വരി വീണ്ടും സംസാരിച്ചു തുടങ്ങി. അതെ, ഗെവിനെ സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്ന വിഷമത്തേക്കാൾ എനിക്കുണ്ടായത് ഞാൻ കാരണം എന്റെ കുടുംബത്തിനും ഗെവിനും സംഭവിച്ച ദുരന്തമോർത്തായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ മറ്റൊരു വിവാഹം കഴിക്കാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. ഇപ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. എല്ലാത്തിനും പരിഹാരം ഒരു മാർഗം മാത്രം: ഇയാൾ ഇല്ലാതാവുക. രാജേശ്വരി വിജയകൃഷ്ണന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. രാജേശ്വരി സംസാരിച്ച് നിർത്തിയെടുത്ത് നിന്ന് അനഘ സംസാരിച്ചു തുടങ്ങി. ഒരു കൊലപാതകം നിങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ അതിൽ പിടിക്കപ്പെടാതിരിക്കാനുള്ള മാർഗവും നിങ്ങൾ ആലോചിച്ചു. അതിന്റെ ഒരു ഉദാഹരണമല്ലേ അന്ന് നടന്ന ഫംഗ്ഷൻ? അനഘയുടെ ഗൗരവം നിറഞ്ഞ ചോദ്യത്തിനു മുമ്പിൽ അവർക്ക് സത്യം മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. അതെ, എനിക്ക് ഇയാളോടുള്ള വെറുപ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ പലരും മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല, ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമല്ലാത്ത വിവരവും പലർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ വെച്ച് ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു പക്ഷേ ഞാൻ കാരണമല്ലെങ്കിൽ പോലും എല്ലാവരുടെയും സംശയം എന്നിലാകും. അതുകൊണ്ട് ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ഇയാളെ ഇല്ലാതാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതുവരെ ഇയാളെ ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പു മുട്ടിച്ചു. അങ്ങനെയൊരു അവസരത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഇയാൾ തന്നെ ആ അവസരം ഉണ്ടാക്കി തന്നത്. രാജേശ്വരി വിജയകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഓർത്തു. രാജി, അടുത്തയാഴ്ച നമ്മുടെ 10th വെഡിങ് ആനിവേഴ്സറി. സത്യത്തിൽ ഇത് നമ്മൾ അടിച്ചുപൊളിച്ച് ആഘോഷിക്കേണ്ടതാണ്. കാരണം നഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതിയ നിന്റെ സ്നേഹം വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വർഷമായിരിക്കും ഇത്. രാജേശ്വരി തന്റെ ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വന്നു. ആദ്യം എനിക്കത് കാര്യമായി തോന്നിയില്ലെങ്കിലും പിന്നീട് ചിന്തിച്ചപ്പോൾ ഇതാണ് പറ്റിയ അവസരമെന്ന് എനിക്ക് തോന്നി. സന്തോഷകരമായൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ആരും അറിയാതെ ഇയാളെ ഇല്ലാതാക്കുക. ഗവിനും ആ അഭിപ്രായത്തോട് യോജിച്ചു. അതിനായി ശ്രീചിത്തിര ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. കൊള്ളാം, അനഘ ഇടയിൽ കയറി പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ കണക്കുകൂട്ടലിൽ തെറ്റിച്ചുകൊണ്ട് പ്രൊഫസർ സിറ്റിയിൽ മറ്റൊരു ഹാൾ ബുക്ക് ചെയ്തു. ഹോട്ടൽ രാജ് പ്ലാസ. എന്താ, ശരിയല്ലേ? അതെ, പക്ഷേ അത് നിങ്ങളിൽ ഭയമുണ്ടാക്കി. കാരണം ഹൈ സെക്യൂരിറ്റിയും CCTV ക്യാമറയുമുള്ള രാജ് പ്ലാസയിൽ ഇങ്ങനെയൊരു കൊലപാതകം നടന്നാൽ നിങ്ങൾ പിടിക്കപ്പെടുമെന്ന് പേടിച്ചു. സോ അത് ക്യാൻസൽ ചെയ്യാനായിരുന്നു നിങ്ങളുടെ ആദ്യ ശ്രമം. ആം റൈറ്റ് മാഡം? യെസ്. ആ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാൻ ഗെവിൻ അതിന്റെ മാനേജറെ പോയി കണ്ടു. ആദ്യം അയാൾ വഴങ്ങിയില്ലെങ്കിലും ഗെവിൻ ഓഫർ ചെയ്ത വലിയൊരു എമൗണ്ടിന് മുമ്പിൽ അയാളെല്ലാം സമ്മതിച്ചു. പറഞ്ഞ പ്രകാരം അന്ന് തന്നെ മാനേജർ ഇയാളെ വിളിച്ചു. രാജേശ്വരി തുടർന്നു. കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ വന്നു. അങ്ങനെ ഫംഗ്ഷന് വേണ്ടി ഞങ്ങൾ ശ്രീജിത്തിര ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗെവിൻ അവിടെ എത്താമെന്നും പോയിസൺ കുത്തിവെച്ചോ അല്ലെങ്കിൽ ആരും അറിയാതെ ഫുഡിൽ വിഷം കലർത്തിയോ കൊല്ലാമെന്നുമായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അന്ന് വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഗെവിനെ കാണാതായപ്പോൾ എനിക്ക് വല്ലാത്ത പേടിയായി. അവനെ ഫോണിൽ വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ആരും കാണാതെ സ്റ്റേജിന്റെ പിന്നിലുള്ള വാതിലൂടെ ഞാൻ ഓഡിറ്റോറിയത്തിന്റെ പിറകിലേക്ക് നടന്നു. അപ്പോൾ രാജേശ്വരിയുടെ ഓർമ്മകൾ ആ ദിവസത്തിലെ സംഭവങ്ങളിലേക്ക് നീങ്ങി. ഓഡിറ്റോറിയത്തിന്റെ പിന്നിൽ ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയായിരുന്നു മിത്ര. ചിതറിക്കിടക്കുന്ന മുടിനാരിഴകളും വസ്ത്രങ്ങളും അവളെ ഒരു സ്വപ്നലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അല്പം കഴിഞ്ഞ് അവളുടെ കണ്ണുകളും കൈകാലുകളും അനങ്ങാൻ തുടങ്ങി. അവൾ മെല്ലെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. പതുക്കെ എഴുന്നേറ്റിരുന്നു. തലയ്ക്കൊരു മരവിപ്പ് തോന്നി. അവൾ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അമർത്തി. കൈകാലുകളൊന്ന് കുടഞ്ഞു. അല്പം അങ്ങനെ ഇരുന്ന ശേഷം
അവൾ എഴുന്നേറ്റ് വസ്ത്രങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഡ്രസ്സിൽ പറ്റിപ്പിടിച്ച കറിയുടെ അംശം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ നോക്കിക്കൊണ്ട് കുറച്ചകലെയുള്ള ടാപ്പിന്റെ അടുത്തേക്ക് നീങ്ങി. ടാപ്പ് തുറന്ന് വെള്ളം കൊണ്ട് ഡ്രസ്സിൽ തുടച്ചു. അത് കഴുകിക്കളയാൻ അവൾ കുറച്ചുനേരം അവിടെ തന്നെ നിന്നു. ഡ്രസ്സിൽ വീണ കറി കഴുകിയ അവൾ നേരെ ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ മൊബൈൽ ഫോൺ നഷ്ടമായത് ശ്രദ്ധിച്ചത്. മറ്റൊന്നും ആലോചിക്കാതെ അവൾ വീണ്ടും മോട്ടോർ സ്വിച്ചിന്റെ അടുത്തേക്ക് നടന്നു. നേരത്തെ അവൾ വീണുകിടന്ന ഭാഗത്ത് അവൾ മൊബൈൽ തിരഞ്ഞുകൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞ് അവളുടെ കണ്ണുകൾ കുറച്ചകലെ വീണുകിടക്കുന്ന മൊബൈലിൽ ചെന്നെത്തി. ആശ്വാസത്തോടെ അവൾ അത് കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയ ശേഷം തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു സ്ത്രീ ശബ്ദം അവളുടെ കാതുകളിൽ വന്ന് പതിച്ചത്. അവൾ പതുക്കെ ആ ഭാഗത്തേക്ക് നടന്നു. ഫോണിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് രാജേശ്വരി. ഹലോ, നീ എവിടെയാ? ഹലോ, കേൾക്കുന്നില്ല. ഇപ്പോ കേൾക്കുന്നുണ്ടോ? ശബ്ദമോ? എന്ത് ശബ്ദം? രാജേശ്വരി ഫോൺ ചെവിയിൽ നിന്നെടുത്തുകൊണ്ട് ചുറ്റും നോക്കി. അവരുടെ ദൃഷ്ടി അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടോറിലെത്തി. അത് മോട്ടോറിന്റെ ശബ്ദമാണ്. ഒരു മിനിറ്റ്. അവർ ഫോൺ മാറ്റിക്കൊണ്ട് മോട്ടോർ സ്വിച്ച് അന്വേഷിച്ചു. അതിന്റെ അടുത്തേക്ക് നീങ്ങി അത് ഓഫ് ചെയ്തു. വീണ്ടും ഫോൺ ചെവിയിൽ വെച്ചു. ഇപ്പോ കേൾക്കാമോ? ഓക്കെ. പറയൂ, നീ എവിടെയാ? മറുതലയിൽ നിന്ന് ശബ്ദമുയർന്നു. ഞാൻ ഓഡിറ്റോറിയത്തിന്റെ പിറകിലുണ്ട്. അയാൾ എവിടെ? അയാൾ ഇവിടെയുണ്ട്. സന്തോഷം കൊണ്ട് അയാൾ ആഘോഷിക്കുകയാണ്. സന്തോഷിക്കട്ടെ. ഇതയാളുടെ അവസാന രാത്രിയാണെന്ന് അയാൾക്കറിയില്ലല്ലോ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതുവരെ ആർക്കും സംശയമില്ല. എല്ലാവരും ആഘോഷിക്കാൻ വന്നിരിക്കുകയല്ലേ. അവർക്കറിയില്ലല്ലോ അതിലൊരാൾ ഇന്ന് കൊല്ലപ്പെടുമെന്ന്. നീ വേഗം വാ. ഇനിയും വൈകിയാൽ പ്രോബ്ലമാണ്. ഓക്കെ, ശരി. അവർ ഫോൺ കട്ടാക്കി തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇരുട്ടിന്റെ മറവിലെ രൂപം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ അല്പം കൂടി മുന്നോട്ട് വന്ന് ആ രൂപത്തെ സൂക്ഷിച്ചു നോക്കി. മിത്ര. അവർ അറിയാതെ നാവിൽ നിന്ന് ആ പേരുയർന്നു. തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഭയന്നു വരയ്ക്കുന്ന കണ്ണുകളോടെ അവർ മിത്രയെ നോക്കി. അവൾ ദേഷ്യത്താൽ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമല്ലേ? ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കി സാറിനെ വകവരുത്താനായിരുന്നു നിങ്ങൾ തീരുമാനിച്ചത്. നടക്കില്ല. അത് പറഞ്ഞുകൊണ്ടവൾ തിരിഞ്ഞു നടന്നു. രാജേശ്വരി അവളുടെ മുന്നിൽ കയറി നിന്നു. അരുത്. എനിക്ക് പറയാനുള്ളത് കൂടി നീ കേൾക്കണം. പറ്റില്ല. നിങ്ങളുടെ ഈ മുഖം മൂടി ഞാനിന്ന് വലിച്ചു കീറും. എത്ര തടയാൻ ശ്രമിച്ചാലും ഞാനത് ചെയ്തിരിക്കും. അത് പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു. പക്ഷേ അവർ അവളെ കയറി പിടിച്ചു. പരസ്പരം പിടിവലിയായി. സർവ്വദേഷ്യവും എടുത്തുകൊണ്ട് മിത്ര അവരെ തള്ളി. അവർ നിലത്ത് ഉരുണ്ടു വീണു. ആ വീഴ്ച മിത്ര കണ്ട് ആസ്വദിച്ചു. നിങ്ങളെപ്പോലെ ഒരാളെയാണല്ലോ ഞങ്ങൾ പ്രിൻസിപ്പൾ എന്ന് വിളിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു. ഛേ. അത് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചതും മുമ്പിൽ അപരിചിതമായൊരു രൂപം തെളിഞ്ഞു. അവൾ വല്ലാതെ ഭയപ്പെട്ടു. അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. നീ ജീവിച്ചിരുന്നാലല്ലേ ഇതൊക്കെ പറയൂ. നീ മരിച്ചാലോ? അവളൊന്ന് ഞെട്ടി. കാലുകൾ പതുക്കെ പിന്നിലേക്ക് ചലിച്ചു. പക്ഷെ അപ്പോഴേക്കും അയാൾ അവളെ കയറി പിടിച്ചിരുന്നു. അയാളുടെ കരുത്തുള്ള കരങ്ങൾ അവളുടെ വായയെ മൂടി. അവൾ കുതറിമാറാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് സാധിച്ചില്ല. അവളുടെ ശ്വാസം നിൽക്കുന്നത് പോലെ തോന്നി. അവസാന ശ്രമമെന്ന പോലെ സർവ്വശക്തിയുമെടുത്ത് അവൾ അയാളെ കടിച്ചു. വേദനയാൽ അയാളുടെ പിടുത്തം വിട്ടു. ആ സമയം തിരിഞ്ഞോടാൻ ശ്രമിച്ച അവളുടെ തലയ്ക്ക് പിന്നിൽ ഭാരമുള്ള ആയുധം കൊണ്ട് ശക്തിയായി അടിയേറ്റു. തലപൊട്ടി ചോര പുറത്തേക്ക് ചീറ്റി. വേദന അവളെ വരിഞ്ഞു മുറുക്കി. അവൾ പതുക്കെ തല തിരിച്ചു നോക്കി. അവ്യക്തമാകുന്ന കാഴ്ചയിലൂടെ അവൾ ആ രൂപം തിരിച്ചറിഞ്ഞു. ഇരുമ്പിന്റെ ഒരു ഭാരമുള്ള ഒരു ദണ്ഡുമായി നിൽക്കുന്ന രാജേശ്വരി. അവരിലെ രാക്ഷസി ഉണർന്നിരിക്കുന്നു. അവർ വീണ്ടും കൈ ഉയർത്തി അതുകൊണ്ട് ആഞ്ഞടിച്ചു. വിറയാർന്ന ചുണ്ടുകളും പൊട്ടിയൊലിക്കുന്ന ശിരസുമായി അവൾ തറയിൽ വീണു പിടഞ്ഞു. അല്പം കഴിഞ്ഞ് ആ ശരീരം നിശ്ചലമായി. അവളുടെ കൈകാലുകൾ ജീവനറ്റു പോകാൻ ചലിക്കുമ്പോഴും ഒരു വിജയത്തിന്റെ സന്തോഷം രാജേശ്വരിയുടെയും ഗവിന്റെയും മുഖത്തുണ്ടായിരുന്നു. ഇനി എന്താ ചെയ്യാ? ഇവളേതാ? എന്റെ സ്റ്റുഡന്റ്. പക്ഷേ എനിക്ക് കയ്യബദ്ധം പറ്റി. രാജിയിൽ പരിഭ്രമമുണ്ടായി. നീ പേടിക്കണ്ട. പോയിസൺ എവിടെ? രാജിയുടെ ചോദ്യം കേട്ട് അയാൾ പോക്കറ്റ് തപ്പി. പക്ഷേ അത് കണ്ടെത്താനായില്ല. അത് കാണുന്നില്ല. ഇവിടെ വീണു കാണും. അയാൾ താഴെ അന്വേഷിച്ചു. ഇനിയിപ്പോ എന്തു ചെയ്യും? ഇതുവരെ നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെയായി. നമുക്കയാളെ കൊല്ലാൻ പറ്റില്ല. രാജിയിൽ നിരാശ വന്നു. ഗിവിൻ അല്പം ആലോചനയിൽ മുഴുകി.
അയാളുടെ ചിന്തകൾ തന്ത്രങ്ങൾ മെനഞ്ഞു. വഴിയുണ്ട്. എന്തു വഴി? ഇനിയൊരു കൊലപാതകത്തിന് നമ്മൾ ശ്രമം നടത്തിയാൽ ചിലപ്പോൾ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കൊലപാതകം അയാളുടെ തലയിൽ കെട്ടിവെക്കണം. അതിനുള്ള തെളിവുകൾ നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ എങ്ങനെ? പറയാം. അത് പറഞ്ഞുകൊണ്ട് ഗെവിൻ മിത്രയുടെ ഫോൺ കർച്ചീഫ് കൊണ്ട് കയ്യിലെടുത്തു. വിജയകൃഷ്ണന്റെ നമ്പർ പറ. കാര്യം മനസ്സിലാകാതെ രാജി നമ്പർ പറഞ്ഞുകൊടുത്തു. അയാൾ മിത്രയുടെ മൊബൈലിൽ നിന്ന് നമ്പർ ഡയൽ ചെയ്തു. അപ്പുറം വിജയകൃഷ്ണൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, ഹലോ. അവർ നിശബ്ദരായി നിന്നു. അനഘ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. സമ്മതിച്ചിരിക്കുന്നു നിങ്ങളുടെ ബുദ്ധി. മിത്രയുടെ ഫോണിൽ നിന്നും അവസാനമായി വിജയകൃഷ്ണനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ അയാളെ പ്രതിയാക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ബുദ്ധിയാണ് ഈ കേസിൽ എനിക്ക് കിട്ടിയ തുമ്പ്. തുടക്കത്തിൽ നിങ്ങളെക്കുറിച്ച് എനിക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ സത്യം മറച്ചുവെക്കാൻ എത്ര ശ്രമിച്ചാലും അത് പുറത്തു വരുമെന്നതിന് തെളിവാണ് ഈ കേസ്. രാജേശ്വരി, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്റെ കാറിൽ നിന്ന് ചെമ്പകപ്പൂക്കൾ കിട്ടിയതിന്റെ പിറ്റേന്ന് ഞാൻ നിങ്ങളുടെ കോളേജിൽ വന്നിരുന്നു. അന്ന് അവിചാരിതമായി നിങ്ങളുടെ മേശപ്പുറത്തെ ചെമ്പകപ്പൂക്കൾ കണ്ടപ്പോൾ എന്റെ മനസ്സിലുണ്ടായ ചെറിയൊരു സംശയം. കാരണം ചെമ്പകപ്പൂക്കൾ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ആ സംശയം സത്യമാണെന്ന് എനിക്ക് ബോധ്യമായത് എനിക്ക് നേരെയുണ്ടായ ഒരു സംഭവമാണ്. സാധാരണ പോലീസ് തെളിവുകൾ അന്വേഷിച്ച് ചെല്ലാറാണ് പതിവ്. ഇവിടെ തെളിവുകൾ പോലീസിനെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. എന്റെ വണ്ടിയിലും വീട്ടിലും കണ്ട ചെമ്പകപ്പൂക്കൾ സിറ്റിക്കടുത്തുള്ള ഒരു ഫ്ലവർ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അത് വാങ്ങിയ ആളുടെ പേര് വിജയകൃഷ്ണൻ എന്ന് പോലും പറഞ്ഞിരിക്കുന്നു. ഫ്ലവർ ഷോപ്പിൽ വന്ന വ്യക്തിയും അന്ന് ഓഡിറ്റോറിയത്തിൽ മതിൽ ചാടിയ വ്യക്തിയും ഒന്നു തന്നെയാണെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. അനഘ രാജേശ്വരിയെ സൂക്ഷിച്ചു നോക്കി. തെളിവുകൾ പലതും ഉണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കുടുങ്ങി. അതാണ് ദൈവ തീരുമാനം. അനഘയുടെ കണ്ണുകൾ കോപത്താൽ ജ്വലിച്ചു. നിങ്ങളൊരു മനുഷ്യ സ്ത്രീയല്ല. നിരപരാധികളായ 3 പേരെയാണ് നിങ്ങൾ കൊന്നത്. അതിന്റെ അർത്ഥം ആർക്കും മനസ്സിലായില്ല. അവർ പരസ്പരം നോക്കി. ഇയാളോടുള്ള നിങ്ങളുടെ പക പിറക്കാൻ പോയ 2 കുഞ്ഞുങ്ങളോടും കാണിച്ചു. ഒരു ദയയും കാണിക്കാതെ 2 പ്രാവശ്യം നിങ്ങൾ അബോഷം ചെയ്തു. അതുകേട്ട് വിജയകൃഷ്ണനും കൂടെയുള്ളവരും ഞെട്ടി. അനഘ തുടർന്നു. അതിന് സഹായിക്കാൻ നിങ്ങളുടെ പഴയ ക്ലാസ്മേറ്റ് ഡോക്ടർ നിർമ്മല സന്ദീപിനെ നിങ്ങൾ കൂട്ടുപിടിച്ചു. പക്ഷെ ഒന്ന് നിങ്ങൾ മറന്നു. ആ ഡോക്ടറെ കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ 2 പേരിലും എത്തിച്ചേർന്നു. രഹസ്യമായി നിങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നതിനിടയിലാണ് നിങ്ങളും ഡോക്ടറും തമ്മിലുള്ള സ്ഥിരം കൂടിക്കാഴ്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവരിലൂടെ നിങ്ങളിലേക്കെത്താൻ എനിക്ക് എളുപ്പമായിരുന്നു. ഒപ്പം ഇവനിലേക്കും. രാജേശ്വരി ഒന്നും മിണ്ടാതെ നിശബ്ദയായി നിന്നു. വിജയകൃഷ്ണൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി. സകല ദേഷ്യങ്ങളും അയാളുടെ നോട്ടത്തിൽ തെളിഞ്ഞു. പെട്ടെന്ന് അയാളുടെ കരം അവരുടെ മുഖത്ത് പതിച്ചു. ഇവർക്ക് ഈ ശിക്ഷയൊന്നും പോരാ സാർ. ഇവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുക്കാൻ പോകുന്നേയുള്ളൂ. അനഘ ഗവിന്റെ അടുത്തേക്ക് നീങ്ങി. അവനെ അവരുടെ മുമ്പിലേക്ക് തള്ളിയിട്ടു. ദാ, ഇവനോടുള്ള പ്രണയമല്ലേ നിങ്ങളെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? രാജി അവനെ നോക്കി. എങ്കിലും ഒന്നുകൂടി കേട്ടോളൂ. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഫ്രോഡാണിവൻ. ഇവനെ നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തണമെന്നില്ല, രാജി പറഞ്ഞു. അത് പോരല്ലോ. ഇവനെ നിങ്ങൾക്കറിയായിരിക്കും. പക്ഷേ ഇവൻ വിവാഹം കഴിച്ച് ചതിച്ചവരെ നിങ്ങൾക്കറിയാൻ വഴിയില്ല. നോ, അവൾ ഗർജിച്ചു. യു ആർ ലൈയിങ്. എങ്കിൽ അവൻ തന്നെ പറയട്ടെ. അനഘ അവന്റെ നേരെ തിരിഞ്ഞു. പറയടാ, അന്ന് ഒളിച്ചോടാൻ നിങ്ങൾ തീരുമാനിച്ച രാത്രിയിൽ എന്താ സംഭവിച്ചത്? ഗെവിൻ അവരെ ഭയത്തോടെ നോക്കി. ചീ, പറയടാ. പറയാം. ഇവളെ സ്നേഹിക്കുമ്പോൾ എനിക്കൊരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. ഇവളുടെ പേരിലുള്ള കോടിക്കണക്കിനുള്ള സ്വത്ത്. ആ മറുപടി രാജേശ്വരി തീരെ പ്രതീക്ഷിച്ചില്ല. അവരുടെ ദേഷ്യം വർദ്ധിച്ചു. പക്ഷേ ഇവളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. വീട്ടിലേക്ക് അവളെ തിരികെ പറഞ്ഞയക്കാനും അവളെ മറ്റൊരാളും വിവാഹം കഴിക്കാതിരിക്കാനും അന്ന് രാത്രി പോലീസിൽ ഫോൺ ചെയ്തത് ഞാനായിരുന്നു. ബാസ്റ്റഡ്. ആ ഒരു അലർച്ചയോടെ രാജേശ്വരി അവന്റെ കഴുത്തിൽ കയറി പിടിച്ചു. ഐ വിൽ കിൽ യു ബാസ്റ്റഡ്. അവളുടെ പിടുത്തം മുറുകി. പോലീസുകാർ അവളെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചു. കുട്ടികൾ എഴുന്നേറ്റ് ഓടി വന്നു. ഈ സമയം ഗെവിൻ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് ഓടി. രാജേശ്വരി പെട്ടെന്ന് അനഘയുടെ അരയിലെ പിസ്റ്റൺ ബാഗിൽ നിന്ന് ഗൺ വലിച്ചെടുത്തു. അനഘയ്ക്ക് എന്തെങ്കിലും ചെയ്യാനാകുന്നതിനു മുമ്പ് രാജേശ്വരി അതുമായി ഗെവിന്റെ പിന്നാലെ ഓടി. ആളുകൾ അന്താളിച്ചു നിന്നു. രാജേശ്വരി, നോ! അനഘയുടെ ശബ്ദമുയർന്നതും രാജേശ്വരിയുടെ പിസ്റ്റൺ പൊട്ടിയതും ഒരുമിച്ചായിരുന്നു. വെടിയുണ്ട ഗെവിന്റെ പിന്നിലൂടെ തുളച്ചുകയറി. ചോര ചീറ്റുന്ന ഭാഗത്തേക്ക് അവർ ഒരിക്കൽ കൂടി വെടിവെച്ചു.
അയാൾ താഴെ വീണു. ഒരു പിടച്ചിൽ. ആ ശരീരം നിർജീവമായി. രാജേശ്വരി പിസ്റ്റൺ താഴെയിട്ടു. അവർ പൊട്ടിക്കരഞ്ഞു. എല്ലാവരും നിശബ്ദരായി നിന്നു. ടേക്ക് ഹെർ, അനഘ നിർദ്ദേശം കൊടുത്തു. എല്ലാവരും സ്തംഭിച്ചു നിൽക്കെ പോലീസ് അവരെ വിലങ്ങണിയിച്ചു. അവൾ വിജയകൃഷ്ണനെ ദയനീയമായി നോക്കി. അയാൾ അവളെയും. ഒരു കുറ്റബോധത്തിന്റെ സ്പർശനം അവളുടെ കണ്ണുകളിൽ നിന്നും അയാൾ തിരിച്ചറിഞ്ഞു. ഒന്നും പറയാതെ അവൾ പോലീസുകാരോടൊപ്പം മുന്നോട്ട് നീങ്ങുമ്പോഴും വിജയകൃഷ്ണൻ അക്ഷമനായി നോക്കി നിന്നു. അനഘ തന്റെ പരിശ്രമങ്ങൾ വിജയം കണ്ട അഭിമാനത്തിൽ മുന്നോട്ട് നീങ്ങി. മറ്റൊരു സത്യത്തിന്റെ കാവലാളാകുവാൻ അവൾ തയ്യാറായി കഴിഞ്ഞിരുന്നു. പ്രിയ കൂട്ടുകാരെ, ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന പിന്തുണയ്ക്ക് 1000 നന്ദി. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. മറ്റൊരു ക്രൈം ത്രില്ലറുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.